ഇതൊരു കുഞ്ഞു യാത്രയാണ് കേട്ടോ. തേവര ഫെറി കാണാനായിട്ടുള്ള യാത്രയാണ്. പിന്നെ ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പം നമുക്ക് പോയാലോ. ഇത് നമ്മൾ ഈ വിരുത്താൻമല അടിക്കണ ചൂലാണ് കേട്ടോ. അത് നീക്കിയെടുക്കാവുന്നത്. നമ്മൾ ഈ സിഗ്നലിലൊക്കെ നിർത്തുമ്പോൾ നോർത്ത് ജീൻസ് കൊണ്ടുവന്ന് വിൽക്കാനായിട്ട് കൊണ്ടുവരില്ല. അതാട്ടോ ഞാൻ ഒരുപാട് നാളായി അതൊന്ന് വാങ്ങിക്കണം എന്ന് വിചാരിച്ചിട്ട്. അവരപ്പോൾ ഒത്തിരി വിലയൊക്കെ പറയും. ഇതെനിക്ക് ഒരു 150 രൂപയ്ക്ക് അവർ തന്നു കേട്ടോ. നല്ല പൊക്കത്തിൽ നമുക്ക് വൃത്തിയാക്കി എടുക്കാൻ പറ്റും കേട്ടോ. ഇതിനിടയ്ക്ക് ഞങ്ങൾക്ക് ലൈഫ് കെയർ സെൻറ്ററിലൊന്ന് കയറണമായിരുന്നു. അപ്പോൾ അവിടെ കയറിയിരുന്ന ഫുഡും കഴിക്കാമല്ലോ എന്ന് വിചാരിച്ച് ഞങ്ങൾ വീട്ടിൽ നിന്ന് ഫുഡൊക്കെ കൊണ്ടുവരണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഈ പുറത്തുനിന്നൊക്കെ ഫുഡ് കഴിക്കാനൊക്കെയുള്ള ബുദ്ധിമുട്ട് കാരണം ഞങ്ങൾ ഫുഡ് കൊണ്ടുപോയി. അപ്പോൾ നല്ല രസമായിട്ട് അവിടെ നിന്ന് ഊണൊക്കെ കഴിച്ച് അങ്ങനെ വിശ്രമിച്ച് വീണ്ടും യാത്ര തുടങ്ങി. യൂസ് ആൻഡ് ത്രോ പ്ലേറ്റ് എടുക്കണമെന്ന് വിചാരിച്ചിട്ട് അത് മറന്നുപോയി. എന്നിട്ട് തൊട്ടടുത്തൊരു ഹോട്ടലിൽ നിന്ന് അവർ ചായക്കടി കൊടുക്കാൻ പാത്രം തന്നു കേട്ടോ. അതിനകത്താണ് ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുന്നത്. ഒട്ടും ഇടവില്ല, ഒന്നുമില്ല. എന്നാലും നമുക്ക് തീർച്ചയായിട്ടും കഴിക്കാമല്ലോ. ഇതാണ് കേട്ടോ തേവര ഫെറി സ്റ്റാൻഡ്. ആ സ്റ്റാൻഡിൽ നമുക്ക് കാറൊക്കെ പാർക്ക് ചെയ്യാം കേട്ടോ. പൈസ ഒന്നും കൊടുക്കണ്ട. ഭയങ്കര സൗകര്യമാണ്. നല്ല വ്യൂ ആണ് കേട്ടോ. അവിടെ കയറി വിശ്രമിക്കാനൊക്കെ ഇഷ്ടംപോലെ സ്ഥലങ്ങളുണ്ട്. പിന്നെ ബസ് തിരിഞ്ഞവർക്ക് ഇരിക്കാനൊക്കെ ബെഞ്ചുകളൊക്കെ ഉണ്ട്. വളരെ രസകരമായൊരു കാഴ്ചയാണ് കേട്ടോ അത്. അത് ഭയങ്കര ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. ബോട്ട് റേസും ബോട്ടിലൊക്കെ കയറാനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ അവിടുന്ന് അക്കരയ്ക്ക് പോകാനുള്ള ആളുകളെ ബോട്ടിലാണ് പോകുന്നത്. നമ്മൾ ബസ്സിനൊക്കെ പോകുന്നത് പോലെ ബോട്ട് സർവീസ് അവൈലബിൾ ആണ്. അതാണ് കേട്ടോ ഫെറി സർവീസ് എന്ന് പറയുന്നത്. അങ്ങനെ യാത്രക്കാരെ കൊണ്ടുപോയി ഓരോ തുരുത്തുകളിൽ എത്തിക്കും. എന്നിട്ട് തിരിച്ചു വരും. പിന്നെ അതുപോലെ തന്നെ ഷട്ടിലടിക്കും. അതാണ് ഫെറി സർവീസ്. അപ്പോൾ അതും കാണാൻ പറ്റി. ഞാൻ ഇതുവരെ കണ്ടിട്ടുണ്ടായിരുന്നില്ല. നിങ്ങൾ കണ്ടിട്ടുള്ള കാഴ്ചയായിരിക്കും. എന്നാലും ഞാൻ കണ്ട കാഴ്ച നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാമെന്ന് വിചാരിച്ചു. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. നിങ്ങളുടെ ഓരോ കമൻറ്റുകളാണ് എൻ്റെ വീഡിയോസിന് ഓരോ ചേഞ്ചസ് വരുത്താനായിട്ട് എനിക്ക് പറ്റുള്ളൂ. അപ്പോൾ എന്തെങ്കിലും മാറ്റങ്ങളൊക്കെ വരുത്തണമെങ്കിൽ നിങ്ങളത് എഴുതി അറിയിക്കണം. അപ്പോൾ ഇതുവരെ തന്ന എല്ലാ സപ്പോർട്ടിനും ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങളിനി അടുത്ത ഞങ്ങൾ ജങ്കാറിൽ കയറാനായിട്ട് പിന്നെ ഞങ്ങൾ അവിടുന്ന് ഫോർട്ട് കൊച്ചിക്ക് പോയിട്ട് ജങ്കാർ എക്സ്പീരിയൻസ് ചെയ്യാമെന്ന് വിചാരിച്ചു. വൈപ്പിനിലേക്ക് പോകാമെന്ന് വിചാരിച്ചു. അങ്ങനെ ജങ്കാറിൽ കയറി. അപ്പോൾ വണ്ടിയും എല്ലാം കൊണ്ട് കയറ്റി. അപ്പോൾ ആ കണ്ട കാഴ്ചയാണ് കേട്ടോ. വാട്ടർ മെട്രോ അങ്ങനെ ദൂരെ